ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ വളരെ ഇഷ്ടമാണ് എന്ന് അമ്മച്ചിക്കറിയാം. ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും അവൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും സ്വർഗാരോഹണത്തെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിനുശേഷം സഭയുണ്ടായതും സഭയിൽ അനേകർ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിപ്പാൻ ഇടയായതും ഒക്കെ നാം പഠിച്ചു. ഇന്ന് നമ്മൾക്ക് ഒരു അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കു മുമ്പേ നിൻ്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിൻ്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഇത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കേണ്ടതായിട്ടുള്ളൊരു വാക്യമാണ്. നമുക്ക് ഭയനിർദ്ദേശനത്തിനായിട്ട് തന്നിരിക്കുന്ന ഒരു വാക്യമാണ്. ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നാം ഇന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന സത്യം എന്താണെന്ന്. നമുക്കപ്പോൾ ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൻ്റെ 3-4. അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കു മുമ്പേ നിൻ്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിൻ്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ശക്തിയോടെ ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അനേകർ രക്ഷിക്കപ്പെട്ടു. സഭ വളർന്നു. സഭയിൽ പ്രയാസമുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം ജനം തങ്ങളുടെ നിലങ്ങളെയും വീടുകളെയൊക്കെ വിറ്റ് ആ ധനം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരും ആ സഭയിലുള്ള ഓരോരുത്തരും അവരവരുടെ ആവശ്യമനുസരിച്ച് അവർ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഒന്നും തൻ്റേതാണെന്ന് എന്നാരും കരുതിയിരുന്നില്ല. എല്ലാം പൊതുവായിരുന്നു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുള്ളവരുമായിരുന്നു. ബർന്നബാസ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇത് കണ്ട് അനന്യാസും അവൻ്റെ ഭാര്യ സഫീരയും തങ്ങളുടെ നിലം വിറ്റു. അവർ രണ്ടുപേരും കൂടി ആ നിലത്തിൻ്റെ വിലയിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് മുഴുവൻ കൊടുക്കുകയാണ് എന്ന ഭാവത്തിൽ ആ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞു, അനന്യാസെ, നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത് എന്ത്? അത് വിൽക്കും മുമ്പേ നിൻ്റേതായിരുന്നില്ലയോ? വിൽറ്റ ശേഷവും നിൻ്റെ കയ്യിൽ ആയിരുന്നില്ലയോ? പിന്നെ എന്തിനാണ് നീ ഈ കാര്യം ചെയ്തത്? ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് നിലത്ത് വീണ് പ്രാണനെ വിട്ടു. ഇത് സംഭവിച്ചു. ഇത് കേട്ടവർക്കെല്ലാം ഭയമുണ്ടായി. പാലിക്കാർ എഴുന്നേറ്റു അവനെ ശീല പൊതിഞ്ഞ് പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സഫീര വന്നു. അനന്യാസിൻ്റെ ഭാര്യയാണ്. സഫീര വന്നു. പത്രോസ് അവളോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയ്ക്കാണോ നിലം വിറ്റത്? അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. രണ്ടുപേരും ഒരുപോലെ കള്ളത്തരം കാട്ടുകയും പറയുകയും ചെയ്തു. പത്രോസ് ചോദിച്ചു, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? നിൻ്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിക്കൽ തന്നെ ഉണ്ട്. അവർ നിന്നെയും കൊണ്ടുപോകും. ഉടനെ അവളും നിലത്ത് വീണു. അവൻ്റെ കാൽക്കൽ തന്നെ വീണു പ്രാണനെ വിട്ടു. ബാലിക്കാർ അവൾ മരിച്ചതെന്നറിഞ്ഞ് അവളെയും കൊണ്ടുപോയി ഭർത്താവിൻ്റെ അരികെ കുഴിച്ചിട്ടു. സർവ്വസഭയ്ക്കും ഭയമുണ്ടായി. നുണ പറയുന്നത് എത്രയോ വലിയ പാപമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം. അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അത് വിൽക്കും മുമ്പേ നിൻ്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിൻ്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചതെന്ന് പറഞ്ഞു. അനേക ഗുണപാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. മറ്റുള്ളവർ ചെയ്തു എന്നുള്ളതുകൊണ്ട് നാം ചെയ്യണമെന്നില്ല. നാം ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യണമെന്നേ ഉള്ളൂ. രണ്ടാമതായിട്ട്, കള്ളം പറയുന്നതും കള്ളത്തരം കാട്ടുന്നതും പാവമാണ്. അതുകൊണ്ട് നാം എപ്പോഴും സത്യം പറയണം. മൂന്നാമതായിട്ട്, പാപത്തിൻ്റെ ഫലം ചിലപ്പോൾ വളരെ വേദന നിറഞ്ഞതായിരിക്കും. ഇവർ നുണ പറഞ്ഞു. അതിൻ്റെ ഫലമായി അവർ മരിച്ചുപോയി.
അതുകൊണ്ട് നാം പാപം ചെയ്യാത്തവരായി ജീവിക്കുവാൻ ശ്രമിക്കണം. നാലാമതായിട്ട്, നാം ചെയ്യുന്ന എല്ലാ പാപങ്ങളും പരിശുദ്ധാത്മാവാം ദൈവത്തോടാണ്. അഞ്ചാമതായിട്ട്, പ്രശംസ കിട്ടുവാൻ വേണ്ടി മാത്രമായിരുന്നു അവർ രണ്ടുപേരും കൂടി ഒത്ത് നിലമിട്ടത്. പക്ഷേ അത് അവരുടെ മരണത്തിന് കാരണമായിട്ട് തീർന്നു. പ്രശംസയല്ല, വിശ്വസ്തതയാണ് വലിയത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ, നുണ പറയാത്തവരായിട്ട് ജീവിപ്പാൻ, കള്ളം പറയാത്തവരും കള്ളം ചെയ്യാത്തവരുമായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം. കർത്താവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തെ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈ അമർത്തണം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ആൻറ്റി ഇടുന്നു അപ്പോൾ കിട്ടുവാനിടയാകും. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.